മലക്കുൽ മൗത്ത് തലഭാഗത്ത് വന്നിരിക്കുകയാണ്. നോക്ക് പ്രിയമുള്ളവരെ, റൂഹിനോട് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുമ്പോ റൂഹ് ശരീരത്തിന്റെ ഉള്ളിലൂടെ ഒളിക്കുമെന്നാണ്. ആ റൂഹിനെ പിടിച്ചു പറിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ അമറാത്തിൽ മൗത്ത്, അക്രമികളുടെ മരണത്തിന്റെ വേളയൊന്ന് നീ കാണേണ്ടത് തന്നെയാണ്. വൽ മലായികത്തു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരുടെ കരങ്ങളെ നീട്ടുമെന്നാണ്. വേദനയോടുകൂടെയാണ് ഉള്ളിൽ ഒളിക്കുന്ന കുറ്റവാളിയെ എങ്ങനെയാണോ പിടിച്ചെടുക്കുന്നത്, അതുപോലെ അവന്റെ റൂഹിനെ പിടിച്ചു പറിച്ചെടുക്കുന്നത്. നനഞ്ഞതായ പഞ്ഞിക്കെട്ടില് കുടുങ്ങിയതായ ഇരുമ്പിന്റെ കുളത്തിനെ പിടിച്ചു പറിക്കുന്ന ഗൗരവത്തോടുകൂടെ അവന്റെ റൂഹിനെ പിടിച്ചു പറിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഠിനമായ വേദനയാണെങ്കിൽ ആ വേദന സഹിക്കാൻ കഴിയില്ല, വേദന സഹിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഖിയാമയിലൂടെ 75-ാം അധ്യായത്തിൽ കാണാം, കല്ലാ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്. കല്ലാ, വേണ്ടടോ, ഇദാ ബലഅതി തറാഖിയ, റൂഹ് വന്ന തൊണ്ടക്കുഴിയിലൂടെ കുരുങ്ങുമ്പോ ഈ ലോകത്തോട് വിട പറയുകയാണെന്ന് മനസ്സിലാക്കുമ്പോ, അവസാന നിമിഷമാണെന്ന ബോധ്യം വരുമ്പോ, അവന്റെ റൂഹ് വന്ന തൊണ്ടക്കുഴിയിലെത്തുന്ന സന്ദർഭങ്ങളിലൂടെ വദന്ന അന്നഹുൽ ഫിറാഖ്, അവരുടെ വേർപാടിന്റെ സമയമാണെന്നവര് മനസ്സിലാക്കുമ്പോ, ലോകത്തോട് വിട പറയുകയാണെന്ന സത്യം അവർ ഉൾക്കൊള്ളുമ്പോ വേദന സഹിക്കാൻ വയ്യ. വൽതഫത്തി സാഖു ബിസാഖ്, അവരുടെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാണ്. അസഹ്യമായ വേദനയാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്നത് എന്നാണ്. ഇനി ജീവിതത്തിലേക്കൊരു മടക്കമില്ല. ചോദിച്ചു പോയില്ലേ, വഖീല മൻ റാഖ്, ഇനി വൈദ്യം നടത്താൻ ആരുണ്ടോ? ചികിത്സ നടത്താൻ ആരുണ്ടോ? അറ്റകൈ പ്രയോഗിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ജീവിക്കാനുള്ള മോഹമാണെങ്കിൽ ഇല്ല. അവരുടെ വേർപാടാണ്, വേദനയാണ്, അസഹ്യമാണ്. അവരുടെ റബ്ബിലേക്കാണ് അവര് മടക്കപ്പെടുന്നത് എന്നാണ്. അത്രമേൽ കഠിനാൻ. നിങ്ങൾ നോക്ക്, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ രംഗത്തിൽ മോന് ചോദിക്കുന്നുണ്ട്, വാപ്പ നിങ്ങളല്ലേ പറയാറുള്ളത് മരണത്തിന്റെ രംഗം ഒന്ന് വിശദീകരിച്ചു തരാൻ, തൻ്റെ ഇടമുള്ള ഒരാളെ കണ്ടിരുന്നെങ്കിലെന്ന്. ഇപ്പൊ അങ്ങ് സക്കറാത്തിന്റെ അവസ്ഥയിലാണല്ലോ, എങ്ങനെയുണ്ട് പിതാവ് എന്ന് ചോദിക്കുമ്പോ വാപ്പ പറയുന്നുണ്ട്, മോനെ, ഒരു മൂലയിലൂടെ ചുരുട്ടിക്കൂട്ടിയതുപോലെ കാൽപാദത്തിനടിയിലൂടെ മുള്ളിന്റെ കൊളുത്തുകൾ കൊണ്ടുവന്ന് തലച്ചോറ് വരെ കൊളുത്തി വലിക്കുന്ന രീതികളില് അസഹനീയമായ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. തുന്നുന്ന സൂചിയുടെ ദ്വാരത്തിലൂടെ ശ്വാസമെടുക്കുന്നതിനേക്കാളും പ്രയാസമാണെന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഒരു സഹാബിയാണ്. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ വരെ ഈ ലോകത്തോട് ഏറ്റവും ലളിതമായി റൂഹ് പിടിച്ചിട്ട് പോലും ആ പ്രവാചകന്റെ അവസ്ഥ കണ്ടോ? ലോകത്തോട് വിട പറയുന്ന നേരത്ത് കൈകാലുകൾ ഇങ്ങനെ നീട്ടുകയും മടക്കുകയും ചെയ്യുന്നുണ്ട്. നെറ്റിത്തടം വല്ലാതെ വിയർക്കുന്നുണ്ട്. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിൽ കൈമുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ ബീവി വരെ സങ്കടപ്പെട്ടില്ലേ, വാക്കർബ അബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാ, എന്തൊരു പ്രയാസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, വേദനിക്കുന്നോ നബിയേ? ആയിഷ, ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ. അലമുച്ചു അഹമുല്ലദീ അക്കൽതു ഫീഹി ഖൈബറ, പണ്ട് ഖൈബറിന്റെ മണ്ണില് ജൂദസ്തി തന്ന വിഷത്തിന്റെ ഭക്ഷണമില്ലയോ, അതിന്റെ വേദന പോലും ഞാനിപ്പോ അറിയുന്നുണ്ട് ആയിഷ. ഇന്നലിൽ മൗതി ലസക്കറാ,
അവിടുന്ന് പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാ. മരണത്തിന് അസഹനീയമായ സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ. അത്രമേ റസൂലുള്ളാഹി അനുഭവിച്ചു പോയിട്ടുണ്ടെന്ന്. ഇന്നതാണ് മരണത്തിന്റെ വേദന എന്ന് പറയാൻ ഖുർആന് കൊണ്ടോ ഹദീസ് കൊണ്ടോ സാധ്യമല്ല. പക്ഷേ ഒരു മക്കൾ പറയാ പച്ചയായ ശരീരത്തിലെ 1000 വരുന്ന കത്രികകളെ കൊണ്ട് വെട്ടിമുറിക്കുന്നതിനേക്കാളും വേദനയിടുന്ന പിന്നെ എവിടെയാണ് വിശ്വാസിക്കായ യാത്ര സമാധാനാവുന്നതെന്നറിയോ? എവിടെ നിന്നറിയോ? നോക്കി, റസൂലുള്ളാഹി വഫാത്തിലെ വേദന തിന്നുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വാ കർബാ അബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്, എന്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്. അള്ളാന്റെ ഹബീബ് കൊടുക്കണ മറുപടിയുണ്ട്, കരയല്ല മോളേ ഫാത്തിമ, കരയല്ല മോളേ ഫാത്തിമ. ഇന്നത്തെ കഴിഞ്ഞാൽ വാപ്പാക്ക് വേദനയില്ല മോളെ, ഇന്നത്തെ കഴിഞ്ഞാൽ വാപ്പാക്ക് വേദനയില്ല മോളെ ഫാത്തിമ. കണ്ടോ, ഇതോടുകൂടെ വേദന തീരാൻ വിശ്വാസിക്ക് അവിടെ സമാധാന. ബിലാൽ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ രംഗത്തില് വല്ലാതെ വേദന കടിച്ചുമർത്തുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, വാ കർബാ വാ ഹുസ്നാ, ഞങ്ങളുടെ പ്രയാസമേ, ഞങ്ങളുടെ സങ്കടമേ. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ല, വാ ഫർഹ, എന്റെ ആനന്ദമേ, എന്റെ സന്തോഷമേ. ഒദന്നുൽകി ഹബീബി മുഹമ്മദാ, എനിക്ക് നാളെ എന്റെ റസൂലുള്ളാഹിനെ കാണാലോ. വഹിസ്ബ, അവിടുത്തെ സന്തത സഹചാരികളായ സ്വഹാബത്തിനെ എനിക്ക് കാണാലോ എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ വിശ്വാസികൾക്ക് വരാനിരിക്കുന്ന ലോകത്തിന്റെ അനുഭൂതികളാണ്. പ്രിയമുള്ളവരെ, ആ മരിക്കണ നേരത്ത് കൊണ്ടുപോകുന്നതല്ലാതെ, സമ്പാദിക്കുന്നതല്ലാതെ യാത്ര മനോഹരാക്കാൻ നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ദുനിയാവിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന? ആരുമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കേ, മരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ വീട്ടിൽ ആളുകൾ വരും അവസാനമായിട്ടൊന്ന് കാണാൻ. മയ്യത്തിന്റെ മുഖത്തെ തുണിങ്ങനെ പലരും മാറ്റിക്കൊടുക്കും. അവസാനം പറയും, മാറ്റിക്കഴിഞ്ഞാലേ എടുക്കല്ലേ, പോയിട്ട് വേറെ പണിയുണ്ട്. എല്ലാവർക്കും തിരക്കുണ്ട്, ആരും നമുക്ക് വേണ്ടി കാത്തിരിക്കണോ? നമ്മളൊന്നും അല്ല. നമ്മൾ ചിന്തിക്കാം, നമുക്ക് തോന്നാം ഞാൻ ദുനിയാവിൽ എന്തൊക്കെ ആണെന്ന്. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും തിരക്കുണ്ട്. നോക്കി, ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടതാണ്. രാവിലെ ഒരു ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടുള്ള യാത്രയിൽ വേറെ മുണ്ടൂരത്തെ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞ് മണ്ണാർക്കാടും കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തണത്. ഒരു പക്ഷെ നിങ്ങൾ ആലോചിച്ചു, ഈ യാത്രക്കിടയിൽ അള്ളാഹു എങ്ങാനും എനിക്കൊരു മരണം വിധിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടും അവിടുന്ന് ഫോൺ വിളിച്ച് ചോദിക്കും, ഷാഫി എന്തേ എന്നാ ചോദിക്കും. എൻ്റെ ഫോൺ മറ്റൊരാളെടുത്താൽ ഋഷ്യങ്ങൾ ആലോചിക്കണം, ഈ യാത്രക്കിടയിൽ ഒരു മരണം എനിക്ക് കടന്നു വന്നാൽ എൻ്റെ പേരെൻ്റെ ലാബിൽ നിന്ന് പോയില്ലേ, പിന്നെ ഒരാൾ പോലും ചോദിക്കില്ല ഷാഫി എവിടെയാണെന്ന് ആരും ചോദിക്കില്ല. മയ്യത്തിപ്പോൾ എവിടെയാ, ഏത് ഹോസ്പിറ്റലിലാ, എപ്പോഴാ വരിക? നമ്മൾ ആലോചിച്ചൊക്കെ, പിറന്നു വീണ നാൾ മുതൽ ബാപ്പാ എന്നല്ലാതെ വിളിച്ചിട്ടില്ലാത്ത മക്കൾ പോലും ബാപ്പാനെ കുളിപ്പിക്കല്ലേ എന്ന് പറയില്ല, മയ്യത്തെ കുളിപ്പിക്കല്ലേ, മയ്യത്തെടുക്കല്ലേ. പേര് മാറി, അഡ്രസ്സ് മാറി. 24 hours ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നമ്മളെ മൈൻഡ് ചെയ്യണില്ല. നമ്മളുടെ ബെഡ്റൂമുകൾക്ക് നമ്മളെ മൈൻഡില്ല, ആരുമില്ല. ഒരു ഭാര്യയും പറയില്ല, അയാൾ കഷ്ടപ്പെട്ട് പണിത വീടല്ലേ, 2 ആഴ്ച കൂടെ കിടന്നോട്ടെ. നേരത്തോട് നേരമെത്തിയിട്ട് പോലും ആരും മറവ് ചെയ്യണില്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷന് വിവരം അറിയിക്കും. അത്രയല്ലേ ഉള്ളൂ. പ്രിയമുള്ളവരെ, കൊണ്ടുപോയി ഖബർസ്ഥാനിലൂടെ മറവ് ചെയ്താൽ അവിടെ മുത്ത് റസൂൽ പറഞ്ഞില്ലേ, ഇസ്തഗ്ഫിറൂ ലിഅഖീകും വസലൂ ലഹു തസ്ബീത്, മയ്യച്ചന് വേണ്ടി പൊറുക്കലിനെ തേടണേ, ഖബറിലൂടെ സ്ഥൈര്യം നൽകാൻ അല്ലാഹുവോട് പറയണമെന്നാണ്. ഖബറിൽ സ്ഥൈര്യം നൽകാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമ്മൾ ഇന്ന രൂപമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ,
അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി. ഇങ്ങനെ ചൊല്ലുന്നതിനിടയിൽ കണ്ണെങ്ങനെ വട്ടടും. എന്തിനെന്നറിയോ? ആരാ നിർത്തണമെന്നറിയാം. നിർത്തിയ പോവായിരുന്നു, തിരക്കുണ്ട്. ഇത്രയുള്ളൂ പ്രിയമുള്ളവരെ. നമ്മൾ ആരുമല്ല. നമ്മളുടെ അഡ്രസ്സിൽ, നമ്മളുടെ വീടിന്റെ എൻ്റെ എന്ന് പറയുന്ന ബിൽഡിങ്ങിന്റെ ആധാരത്തിനടിയിൽ ഒരു അടിയാധാരമല്ലേ? അതാരുടേന്നറിയോ? നമ്മളുടെ മുമ്പ് എൻ്റെ എന്ന് പറഞ്ഞവരാണ്. അവരിന്ന് ഖബറിലാണ്. നാളെ നമ്മളും അടിയാധാരത്തിൽ പോകേണ്ടവരാണ് അല്ലേ? എത്രയോ സമയം അടുത്തു വന്നില്ലേ മരണമെന്ന യാഥാർത്ഥ്യത്തിനോട്. അതുകൊണ്ട് ഒന്നുമില്ല. നമ്മൾ എന്ത് കരുതി വെക്കുന്നുവോ അത് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു മുതൽക്കൂട്ടായി നമ്മളുടെ കയ്യിൽ ഉണ്ടാവൂ, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മൾ സമ്പാദിക്കുന്നതൊന്നും അല്ല എന്ന് മനസ്സിലാക്കാൻ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനയുടെ ബഖീഇന്റെ ഖബർസ്ഥാനിൽ വന്നു. അദ്ദേഹം കൂടെ നിൽക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, യാ അയ്യതുഹൽ മഖാബിർ, അല്ലയോ ഖബർസ്ഥാൻ, കം ഫീക മിൻ ഹബീബ്, എന്റെ എത്ര പ്രിയപ്പെട്ട ആളുകൾ നിന്നിലുണ്ട്. വകം ഫീക മിൻ ഹബീബ്, എന്റെ എത്ര പ്രിയപ്പെട്ട ആളുകൾ നിന്നിലുണ്ട്. അയ്യതുഹൽ മൗത്ത്, അല്ലയോ മരണമേ, മാദാ ഫഅൽത്, അവരെ നീ എന്താണ് ചെയ്തത്, അവരെ നീ എന്താണ് ചെയ്തത്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു തിരിഞ്ഞെന്ന് പറയാൻ, അവർക്കെങ്ങാനും സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ പറയുന്ന സത്യം എന്താണെന്നറിയോ? അക്കൽതുൽ ഐനൈൻ, അവരുടെ കണ്ണുകളെ ഞാൻ തിന്നു എന്നാണ്. അക്കൽതുൽ ഖദ്ദൈൻ, അവരുടെ കവിൾത്തടങ്ങളെ ഞാൻ തിന്നു എന്നാണ്. പ്രിയമുള്ളവരെ, അത്രയേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. അത്രയേ ഉള്ളൂ. നമ്മളുടെ ശരീരങ്ങളെ തിന്ന് നശിപ്പിക്കപ്പെടുകയാണ്. മറ്റൊരു വിഷയം, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതേ മദീനയുടെ ബഖീഇന്റെ ഖബർസ്ഥാനിൽ വന്നു. അദ്ദേഹം അവിടെ നിന്ന് പറയുന്നുണ്ട്, അല്ലയോ സമ്പന്നരെ, നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ഓഹരി വെക്കപ്പെട്ടിരിക്കുന്നു. അല്ലയോ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ മറ്റുള്ളവർ വിവാഹം കഴിച്ചിരിക്കുന്നു. അല്ലയോ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ മറ്റുള്ളവരെ വിവാഹം കഴിച്ചിരിക്കുന്നു. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവർക്കെങ്ങാനും സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ വിളിച്ചു പറയുന്ന സത്യം എന്താണെന്നറിയോ? ഞങ്ങൾ ആർജിച്ചെടുത്ത തഖ്വയും നേടിയെടുത്ത അമലുകളുമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് അവർ വിളിച്ചു പറയുമായിരുന്നു. എന്താണുള്ളത്? ഒന്നുമില്ല. നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. പലപ്പോഴും കുടുംബത്തിലെ വീട്ടിലൊരു മരണം നടന്ന മയ്യത്ത് കൊണ്ടുവന്ന് മുന്നിൽ വെക്കും, മയ്യത്തിന്റെ മുന്നിൽ കൈകെട്ടി നിസ്കരിക്കും. എന്താ നമ്മൾ പറഞ്ഞത്? വഹബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ജാരി വഅഹ്ലിൻ ഖൈറൻ മിൻ അഹ്ലി വസൗജൻ ഖൈറൻ മിൻ സൗജി. എന്താ വാക്കിന്റെ അർത്ഥം? ഞങ്ങളെക്കാളും നല്ലൊരു കുടുംബത്തിന് കൊടുക്കല്ലാ. 10-30 കൊല്ലക്കാലം കൂടെ പൊറുത്തവന്റെ മയ്യത്ത് മുന്നിൽ വെച്ച് ഭാര്യ പറയാ, വസൗജൻ ഖൈറൻ മിൻ സൗജി, എന്നെക്കാളും നല്ല ഒരു ഇണയെ കൊടുക്കല്ലാ. ഹൃദയത്തേക്ക് നമ്മളത് ഇറങ്ങി വന്നിട്ടില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ കുടുംബത്തോടെ സ്വർഗത്തിലെത്താൻ ഈ ലോകത്ത് തീരുമാനിച്ച് പ്രവർത്തിക്കാനുള്ളത്, അധ്വാനിക്കാനുള്ളത് നമ്മൾ ചെയ്യണം. ഇതുവരെ ഒന്നുമില്ല എന്നുള്ളത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ ആരാന്നറിയോ? ജീവിതത്തിലെ ആയുസ്സിലെ രാത്രിയെ 3ആയി പകുത്തു വെക്കും. ഒരു ഭാഗം റസൂലിൽ നിന്ന് പഠിച്ചതൊക്കെ ഹിഫ്ദ് ചെയ്യും, ഒരു ഭാഗം മാത്രം കിടന്നുറങ്ങും, ഒരു ഭാഗം അല്ലാഹ്ക്ക് വേണ്ടി ആരാധന ചെയ്യും. അങ്ങനെ ജീവിച്ച മഹാൻ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല. മദീനയുടെ മസ്ജിദുൻ നബിയുടെ ഓരത്തെ ടെന്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലങ്ങളിൽപ്പെട്ട അസ്ഹാബു സുഫ. ഭക്ഷണമില്ലാതെ ബോധം പോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പോലും ഒരു വഖഫുണ്ട്. അള്ളാന്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത സഹാബിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇങ്ങനൊക്കെ ജീവിച്ചിട്ട് പോലും ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭങ്ങളില് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ കരയുന്നത്? അവര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അസ്സഫറു തവീൽ വസ്സാദു ഖലീൽ. എനിക്ക് യാത്ര പോകാൻ ഒരുപാട് ദൂരമുണ്ട്. എന്റെ ഖബറും കടന്ന് മഹ്ശറും കടന്ന് സ്വർഗ നരകങ്ങളുടെ ദൂരങ്ങൾ ഒരുപാടാണെങ്കിൽ വസ്സാദു ഖലീൽ,
എന്റെ കയ്യിലുള്ള വിഭവങ്ങള് അത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചൊക്കെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളേ? അവര് പോലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒന്നും സമ്പാദിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരണ പറയുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ യാത്ര എന്ന് പറയണതേ നമ്മൾ ഒറ്റക്കാണ്. ഒരാളും ഒരാളുണ്ടാവില്ല. എത്ര വലിയ സ്നേഹമുണ്ടെങ്കിലും എൻ്റെ മനസ്സിലേറെ കോറി വരച്ച ഒരു ഉമ്മാൻ്റെ ഡയറി കുറിപ്പുണ്ട് 1990-കളിലാണ്. അതിലവർ പറയണത് എന്താ അറിയോ? അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. പുലർച്ചെ 3 മണിയോടുകൂടെ ഞാനൊരു ആൺകുഞ്ഞിനെ ജന്മം നൽകി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ എന്നിൽ നിന്ന് വിട പറഞ്ഞു പോയി. അന്ന് നാട്ടുകാർ അവനെ കൊണ്ടുപോയി മറവ് ചെയ്തു. അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അവൻ്റെ കൂടെ കിടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ജീവിതത്തിൽ അധികമൊന്നും കണ്ടിട്ടില്ല അച്ഛ. ഒരു 5 മിനിറ്റ് മാത്രം കാണാൻ വിധി ഉണ്ടായിട്ടില്ല. ഒരു മകൻ്റെ വിഷയത്തിൽ ഒരു ഉമ്മ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇടയിൽ സാന്ദർഭികമായിട്ട് പറയാം. ഇത്രയും കാലം നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ നമ്മളെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവും. അവരുടെ മനസ്സല്ലേ നമ്മൾ വേദനിപ്പിക്കുന്നത് എന്നുള്ളത് പുതുതലമുറ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ആലോചിച്ച് എനിക്ക് 37 വയസ്സാണ് ഇപ്പോൾ പ്രായം. ഞാൻ പറഞ്ഞത് ഇന്ന് ഒറ്റക്ക് ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് യാത്ര ചെയ്യാൻ എൻ്റെ ഉമ്മ ഒരുപാട് നേരം എന്നെ സമ്മതിച്ചിട്ടില്ല. അതിന് കാരണം വലുതൊന്നുമില്ല. ചെറിയൊരു പല്ല് വേദന വന്നു. വേദന അസഹ്യമായപ്പോൾ നമ്മുടെ സുഹൃത്ത് ഡോക്ടറെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു എളുപ്പപ്പണി ചെയ്തു തരാമെന്ന് പറഞ്ഞു. പല്ല് വേഗം മറ്റേ റൂട്ട് കനാലിൻ്റെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൽ കുറച്ച് പഞ്ഞി വെച്ചിട്ട് കോട്ടം തന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിട്ടതാണ്. അപ്പോൾ അല്ലാതെ വേദന നിൽക്കില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് മുറിക്കേണ്ടി വരും, ഇഞ്ചക്ഷൻ ചെയ്ത് പല പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കെ, ഞാൻ ഇത്രയും പോകുന്നില്ലേ, എനിക്കും മക്കളുണ്ട്. പക്ഷെ അവരുടെ മനസ്സ് നമ്മൾ ഒറ്റക്ക് ഡ്രൈവ് ചെയ്യണ്ട, തല കറങ്ങാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയണം. ഒരു പ്രശ്നമില്ല, എനിക്ക് ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ഇന്നത്തെ തലമുറ അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് വെറുതെ വിടില്ല. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ഏതുമ്മയും മക്കളെ ഒറ്റപ്പെടുത്താൻ ആർക്കും ഖബറിൽ കൂടെ കിടക്കാൻ കഴിയില്ല. ചങ്ങനംകുളത്ത് എൻ്റെ പള്ളിയിലെ ജുമക്ക് പറഞ്ഞ ചെറുപ്പക്കാരൻ പെട്ടെന്ന് അദ്ദേഹമൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. പെട്ടെന്നൊരു ദിവസം അദ്ദേഹം ഷാർജ നാട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബിൽഡിങ് സെയിൽ ചെയ്യാൻ വേണ്ടി, ചില ബാധ്യതകൾ തീർക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചുപോയി. വളരെ ചെറിയ പ്രായം. അള്ളാഹിൻ്റെ വിളിക്കുത്തരം നൽകി ലോകത്തോട് വിട പറഞ്ഞു. തൊട്ടടുത്ത ദിവസം മയ്യത്ത്, ഇപ്പോൾ വളരെ ഫാസ്റ്റാണ്, തൊട്ടടുത്ത ദിവസം മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരുപക്ഷെ 1ാം ക്ലാസ് പഠിക്കണ ഒരു 5 വയസ്സ് കഴിഞ്ഞൊരു മകൻ, അദ്ദേഹത്തിൻ്റെ മകൻ മയ്യത്ത് മറവ് ചെയ്ത ഖബർസ്ഥാനിൽ കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പോരുമ്പോൾ മുതിർന്ന ആളുകൾ ആ മോനങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഉമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പോയാലും കുറച്ച് സമയം കൂടെ ഉപ്പാൻ്റെ അടുത്ത് നിൽക്കണമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിൽക്കാണ് എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ചൊക്കെ അതിനൊരു പരിമിതിയില്ലേ? മക്കളെ നിൽക്കും, വേണ്ടപ്പെട്ടവർ നിൽക്കും, അത് കഴിഞ്ഞാൽ അവരും എന്ത് ചെയ്യും? പോവും. നമ്മൾ മാത്രം ഒറ്റപ്പെടുന്നൊരു ലോകമുണ്ട്. അവിടെ മുതൽ അങ്ങോട്ട് മനോഹരാക്കാൻ എവിടെ മുതലെന്നറിയും. നമ്മൾ മരണത്തിൻ്റെ സന്ദർഭങ്ങളിൽ അള്ളാൻ്റെ മലക്കുകളെ അഭിമുഖീകരിക്കുമ്പോൾ ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണുനട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലും സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തുകെട്ടി കിടക്കുന്ന ഒരു നിമിഷമുണ്ട്. കാലിലെ പുതപ്പ് പോലും ഒന്ന് വലിക്കാൻ കഴിയില്ല. മരണത്തിൻ്റെ വേദന കടിച്ചമർത്തുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിലാണ്, ഉമ്മാന്റെ മടിത്തട്ടിലാണ് മക്കളാണ് ചുണ്ടിലേക്ക് വെള്ളം തൊട്ടു തരുന്നതെങ്കിൽ അവരാരും അറിയാതെ നമ്മൾ മാത്രം കാണുന്ന റബ്ബിന്റെ മലായിക്കത്തുകൾ, നമ്മൾ മാത്രം അനുഭവിക്കുന്ന വേദനകൾ, ചിന്തകളൊക്കെ മാറുകയാണ്. എന്റെ ശരീരമേ എന്ന് മാത്രം ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം ആരംഭിക്കാണ്. ആരാളുടെ കൂട്ടിനെ? നമ്മളും നമ്മൾ ചെയ്ത അമലുകളുമായി യാത്ര പോവാണ്. ആ വീട്ടിൽ ആരാര് വന്നോട്ടെ, ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ മൈൻഡ് ചെയ്യാത്ത ദിവസം, പ്രിയപ്പെട്ട ഉമ്മാന്റെ തട്ടം വിയോഗത്തിന്റെ കണ്ണുനീരാൽ കുതിർന്നു പോകുന്ന നിമിഷം, എല്ലാം അവിടെ ബാക്കിയാവുന്ന ആ സാഹചര്യങ്ങളിലെ നമ്മളുടെ ചിന്ത എന്താ? വീട്ടിൽ നിന്ന് മയ്യത്തിറക്കുമ്പോ ഭാര്യ സങ്കടപ്പെടുന്നുണ്ട്. എനിക്കിനി ആരാ എന്റെ പെങ്ങളെ, നിനക്ക് നിന്റെ ബാപ്പയുണ്ട്, സഹോദരന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ ആ പോകുന്ന മനുഷ്യനി ആരാണ്?
ആ പോകുന്ന മനുഷ്യനീനി ആരാ? നടന്നു നീങ്ങുന്ന ജനസഞ്ചാരത്തില് അങ്ങേ തലക്കലാടി ഉലയുന്ന മയ്യത്ത് കെട്ടില് എന്റെ മയ്യത്താണെങ്കിലോ അല്ലാ, എന്റെ മയ്യത്താണെങ്കിലോ റബ്ബേ, വീട്ടിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകുന്ന ഒരു രംഗമില്ലയോ? കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് പറയാണ്, പുരുഷന്മാരവരുടെ ഷോൾഡറിലേക്ക് മയ്യത്തെടുത്ത് വെക്കുന്ന രംഗമുണ്ട്. ഇറക്കണ രംഗാണ്. നമ്മുടെ നാട്ടും പുറത്തൊക്കെ സാധാരണ ചോദിക്കും, വാക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ലൈഫിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. നിങ്ങളറിയോ എത്ര ആളുണ്ടാവും നമ്മളുമായി ബന്ധപ്പെട്ടവരൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്ത്? അതുകൊണ്ട് എന്നും അപ്ഡേറ്റ് ചെയ്യണം. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം. ഈ റമദാനല്ലേ അതിനുള്ള സുവർണ അവസരം. മാപ്പ് ശുദ്ധീകരിച്ച് ഒരു ശുദ്ധ ഹൃദയത്തോടെയല്ലാതെ റമദാന് കടന്നു പോകാൻ നമ്മൾ പാടില്ല. പിന്നെ നമ്മൾ പറയും സാമ്പത്തിക ഇടപാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന ആളെ ബന്ധപ്പെട്ട മദീനാണ്. അള്ളാഹു നമ്മൾ ഇന്ന് കടബാധ്യതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല ആശ്വാസം നൽകട്ടെ. പ്രിയമുള്ളവരെ, അതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ആരേറ്റെടുത്തിട്ടും കാര്യമില്ല. ഒരൊറ്റ പോയിന്റ് മനസ്സിലാക്കണം. എന്ന് വീട്ടപ്പെടുന്നു അവിടെ കാര്യമുള്ളൂ. ഏറ്റെടുത്തുകൊണ്ട് മാത്രം ആയിട്ടില്ല. ഖത്താദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കടന്നു വരാ. അള്ളാഹിന്റെ ഹബീബ് ചോദിച്ചു, ഹൽ ദല്ല അലാ സാഹിബിക്കും ജൈന, നിങ്ങളുടെ കൂട്ടുകാരന് വല്ല കടമുണ്ടോ സഹാബ? അവർ പറഞ്ഞു 2 ദീനാർ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബാധ്യതകൾ മനുഷ്യന്റെ മേലെ വാളായി നിൽക്കുന്ന ഒരു കാലഘട്ടം. 2 ദീനാർ വെച്ച കാല് പുറകോട്ട് വെച്ച റസൂലുള്ളാഹിന്റെ മറുപടി, സുല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ തന്നെ നിസ്കരിച്ചോള സഹാബ, ഞാനില്ലാട്ടോ. ഖത്താദ റളിയല്ലാഹുവിന്റെ കൈകൊണ്ട് തടിച്ചിട്ട് പറഞ്ഞു, റസൂലേ ഞാൻ ഏറ്റെടുത്തോളാം നബിയെ, ഞാൻ ഏറ്റെടുത്തോളാം റസൂലേ. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, സൂക്ഷിക്കണേ, നിന്റെ മേലാണ് ബാധ്യത. അടുത്ത ദിവസം കണ്ടപ്പോ ചോദിച്ചു, ഖത്താദ നീയാ കടം വീട്ടിയോ? ഖദ് മാത അംസി, ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ നബിയേ, ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ. അള്ളാന്റെ റസൂല് പറഞ്ഞു, സൂക്ഷിക്കണേ, നിന്റെ മേലാണ് ബാധ്യത. അടുത്ത ദിവസം കാണുമ്പോ ചോദിക്കുന്നു, ഖത്താദ നീയാ കടം വീട്ടിയോ? റസൂലേ ഞാനതിനെ കൊടുത്തിട്ടുണ്ട്. അള്ളാന്റെ ഹബീബ് പറഞ്ഞ മറുപടിയാണ്, അൽ ആഹാന ബറദത് ജുലൂദുഹു, ഇപ്പോഴാണ് ആ മനുഷ്യന്റെ തൊലി ഖബറിലൂടെ തണുത്തു പോയതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് ഏറ്റെടുത്താലും, ഏത് മക്കൾ ഏറ്റെടുത്താലും, എന്ന് കൊടുത്തു വീട്ടുന്നുവോ അതുവരെ ഖബറിലൂടെ അനുഭവിക്കുമെന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പ മരിക്കുമ്പോ കുറെ ആസ്തിയൊക്കെ ഉണ്ട്, പക്ഷെ മക്കൾ എന്താ പറയുന്നറിയോ? ഇപ്പൊ നമ്മൾ വിറ്റ നാട്ടുകാർ പറയും പൈസക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്, അതുകൊണ്ട് വിചാരിച്ച വില കിട്ടില്ല, ഒരല്പക്കാലം കൂടെ വെയിറ്റ് ചെയ്യാം, അതുവരെ ബാപ്പ ഖബറിലൂടെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ അപ്ഡേറ്റ് ചെയ്യാൻ, നമ്മൾ ഒറ്റപ്പെടാൻ, മയ്യത്തെടുത്ത് കൊണ്ടുപോകുന്ന ഒരു രംഗമല്ലേ? കളവ് പറയാത്ത മുത്ത് പറയാൻ പുരുഷന്മാർ ഷോൾഡറിൽ മയ്യത്തെടുത്ത് വെക്കുമ്പോ, ഇദാ കാനത്ത് സ്വാലിഹാ, അത് സ്വാലിഹായ മയ്യത്താണെങ്കിൽ പറയുന്നുണ്ട്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങളെ വേഗത്തിലൂടെ കൊണ്ടുപോകണേ, എന്നെ നിങ്ങളെ വേഗത്തിലൂടെ കൊണ്ടുപോകണേ. വഇൻ കാനത് ഗൈറു സ്വാലിഹാ, അത് സ്വാലിഹായ മയ്യത്തല്ല എന്നുണ്ടെങ്കിൽ, നരകാവകാശിയായ മയ്യത്താണെങ്കിൽ അതിങ്ങനെ വിലപിക്കുന്നുണ്ട്, യാ വൈലഹാ അയ്ന തദ്ഹബൂന ബിഹാ, ഇതിന്റെ നാശമേ, എങ്ങോട്ടാ നിങ്ങൾ ഇതിനെ കൊണ്ടുപോകുന്നത് എന്ന് വിലപിക്കുമ്പോ, ബാപ്പാന്റെ മയ്യത്ത് ഷോൾഡറിലേറ്റിയ പൊന്നുമക്കളുണ്ടോ? ബാപ്പാന്റെ നിലവിളി കേൾക്കാൻ സാധ്യമല്ല. കരയണ്ട വാപ്പാ, ഞാനില്ല കൂടെ എന്ന് സമാധാനിപ്പിക്കാൻ കഴിയില്ല, സ്വാന്തനം കൊടുക്കാൻ കഴിയില്ല. അവനവൻ ഒറ്റക്ക് മാത്രം അനുഭവിക്കുന്ന ലോകമാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് പറയാ,
യസ്മഉ സൗതഹാ കുല്ല ശൈഇൻ ഇല്ലൽ ഇൻസാൻ. മനുഷ്യനൊഴികെ എല്ലാ വസ്തുക്കളും ആ ശബ്ദം കേൾക്കുമെന്നാണ്. പക്ഷേ മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. ലൗ സമിഅൽ ഇൻസാനു ലസഇക. മനുഷ്യനെങ്ങാനും ആ ശബ്ദം കേട്ടുപോയിരുന്നെങ്കിൽ അവൻ ബോധരഹിതനായി താഴെ വീഴുമായിരുന്നു എന്നാണ്. അവൻ ബോധം കെട്ട് താഴെ വീഴുമായിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ കേൾക്കാൻ കഴിയില്ല. ബാക്കി എല്ലാവരും ആ ശബ്ദം കേൾക്കും. നമ്മൾ ഒറ്റപ്പെടാൻ ആർക്കാണ് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുക? നമ്മൾ ഈ മയ്യത്ത് കട്ടിൽ ഷോൾഡറിലേറ്റ് ഇങ്ങനെ കൊണ്ടുപോകണമെന്നല്ലാതെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഖബറിലൂടെ കൊണ്ടുപോയി ഇറക്കി വെക്കുമ്പോ ജീവിതത്തിലൂടെ കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് പറയാ, ഇന്നലിൽ ഖബറ് വല്ലാതെ വല്ലാതെ ഇടുക്കി കളയുമെന്നാണ്. ഒരാള് പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. ഒരു കുട്ടി പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. ഒരാളും രക്ഷപ്പെടൂല. എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ആരെങ്കിലും ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു. ആരാ സഅദ് ഇബ്നു മുആദ് എന്നറിയോ? ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബനു അശ്അൽ ഗോത്രത്തെ മുഴുവനായി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ഒരാളെ ബാക്കിയുണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ഒരു കാരക്കയും കടിച്ച് ബദറിന്റെ രണഭൂമി വന്നിട്ട് പിന്നീട് ആ രണഭൂമിയിൽ ഷഹീദായത്. ഇസ്ലാം സ്വീകരിച്ച് ഒരാളോ ഗോത്രത്തിൽ ബാക്കി ഉണ്ടായില്ല. ഹന്തക് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഹന്തക് യുദ്ധത്തിൽ ഇബ്നു അറഖ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത അമ്പ് അദ്ദേഹത്തിന്റെ ഞരമ്പ് മുറിഞ്ഞു. മദീനയുടെ മസ്ജിദുൻ നബവിയിൽ ഒരു ഷെഡ് കെട്ടി അദ്ദേഹത്തെ പരിചരിക്കാൻ ഒരു ദിവസം അസ്ർ കഴിഞ്ഞ് പ്രവാചകൻ ഇറങ്ങുമ്പോൾ കാണുന്നത് ഒരാട് ചാടി ആടിന്റെ കുളമ്പ് തന്റെ മുറിവിൽ തട്ടി രക്തം വാർന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ജനാസ മടിത്തട്ടിൽ വെച്ച് റസൂലുള്ളാഹി പറഞ്ഞ വാക്കുണ്ട്, ഇഹ്തസ്സൽ അർശ്. അല്ലാഹുവിന്റെ അർശ് കിടുങ്ങി, അല്ലാഹുവിന്റെ സിംഹാസനം കിടുങ്ങി. റഹ്മത്തിന്റെ മലക്കുകൾ സഫ് സഫായി കാത്തു നിന്നത് സഅദ് ഇബ്നു മുആദിന്റെ റൂഹിനെ കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെയുള്ള സഅദ് ഇബ്നു മുആദിന്റെ ജനാസ ഖബറിലൂടെ ഇറക്കി വെച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഖബർ വല്ലാതെ വല്ലാതെ ഇടുക്കി കളഞ്ഞുവെന്നാണ്. പൊന്നുമ്മാന്റെ മയ്യത്ത് ഖബറിലൂടെ ഇറക്കി വെക്കുമ്പോ ഖബറിനോട് പറയാന് പറ്റോ, ഖബറേ എന്റെ ഉമ്മാന്റെ മയ്യത്താണ് ഖബറേ, ഇടുക്കല്ലേ ഖബറേ എന്ന് പറയാന് സാധ്യമല്ല. അതറിയാനും കഴിയില്ല, അറിയാനും കഴിയില്ല. ഒരു കുട്ടി പോലും രക്ഷപ്പെടില്ല. എന്തിനേറെ ഇന്നലെ വരെ വീടിന്റെ മുറ്റത്തോട് നടന്ന് കളിച്ചിരുന്ന 3-4 വയസ്സായ പിഞ്ചോമനകളുടെ മയ്യത്തിറക്കി വെക്കുമ്പോ ഖബറിനോട് പറയാൻ പറ്റൂല, ഖബറേ എടുക്കരുതിട്ടോ എന്ന് പറയാൻ പോലും സാധ്യമാവാതെ. പക്ഷേ വിശ്വാസികളെ, വേദനകളെ മറപ്പിക്കുന്ന സമാധാനം അല്ലാഹു നൽകാൻ, അവിടെ നിന്ന് അങ്ങോട്ട് സ്വർഗീയ അനുഭൂതികളാൻ. നിങ്ങൾ നോക്കാം, ഖബറിൽ പോലും ഒറ്റക്കാൻ ഓരോ കല്ല് വെക്കും തോറും ഇരുട്ട് വീഴുന്ന ഖബറിലെ അവസാനത്തെ കല്ല് വെക്കുന്നതോടുകൂടെ കുറ്റാക്കൂരിരുട്ടായി മാറാൻ, അതിൻ്റെ മേലെ പുല്ല് നനച്ച് അതിലൂടെ മണ്ണ് തേമ്പി അടച്ച് വീണ്ടും മണ്ണ് കടച്ചു മൂടി മറമാടി ആളുകളൊക്കെ പിരിഞ്ഞു പോകുമ്പോ ചെരുപ്പിന്റെ വാറടികളുടെ ശബ്ദം അല്ലാഹു മയ്യത്തിനെ കേൾപ്പിച്ചു കൊടുക്കാണ്. അല്ലങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുന്നാൻ നിന്നെ ഒറ്റക്കാക്കി എല്ലാവരും വിട പറയാം, ഒറ്റക്കാക്കി പോവാൻ. കുഞ്ഞുമക്കളുടെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ വെച്ചാലും ഒരാള് കൂടെ കിടക്കണില്ല കേട്ടോ. യാത്ര പറഞ്ഞിങ്ങ് പോരാണ്. അന്ന് രാത്രി ഖബർസ്ഥാന് മുഴുവൻ ഇരുട്ട് പതക്കുമ്പോഴും അവരാ ഖബറിൽ ഒറ്റക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്പൂന്തോപ്പാക്കി നൽകട്ടെ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ജീവിതത്തിൽ കരുതിയിട്ടല്ലാതെ ആ ഖബറിൽ രക്ഷപ്പെടാൻ ഒന്നുമില്ല, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോൾ ഷഹീദുൽ മിഹ്റാബാണ്, മിഹ്റാബിന്റെ രക്തസാക്ഷി അദ്ദേഹം. സൂറത്ത് യൂസുഫ് ഓതി സുബഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത് 2ാമത്തെ റക്അത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ
ഫൈറൂസ് അബൂലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യന് ഇരുതലമൂർച്ചയുള്ള കടാര 7 തവണ അദ്ദേഹത്തിന്റെ വയറ്റിൽ പ്രഹരിക്കാൻ കുടൽമാലകൾ മുറിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു താഴെ വീഴുമ്പോൾ പാല് കൊടുത്തു നോക്കി, മുന്തിരി നീര് കൊടുത്തു നോക്കി, വെള്ളം കൊടുത്തു നോക്കി, ഒക്കെ കുടലിലൂടെ പുറത്തേക്കാൻ. നിങ്ങൾക്കറിയോ, അദ്ദേഹത്തെ സമാധാനിപ്പിക്കാതെ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ വന്നു. അബ്ശിർ ബിബുശ്റ ബിസുഹ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിന്റെ സഹവാസം കൊണ്ട് താങ്കൾക്ക് സന്തോഷിക്കാലോ. ആദ്യ കാലഘട്ടങ്ങളിൽ ദീനിനെ സഹായിച്ച ആളാണ് ഉമറെ താങ്കള്. താങ്കളുടെ ഭരണത്തിനെ സംബന്ധിച്ച് രണ്ടാളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അള്ളാഹിന്റെ മുച്ച നബി പോലും അങ്ങേ തൃപ്തിപ്പെട്ടിട്ടാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ ഉള്ളിൽ കോറി വരക്കേണ്ട ഒരു വാക്ക്. അല്ലയോ ഇബ്നു അബ്ബാസ്, അല്ലയോ ഇബ്നു അബ്ബാസ്, ഇപ്പറഞ്ഞതുപോലെ അള്ളാഹിന്റെ കോടതിയിൽ എനിക്ക് വേണ്ടി സാക്ഷി പറയുമോ ഇബ്നു അബ്ബാസ്? ഇതുപോലെ അള്ളാഹിന്റെ കോടതിയിൽ ഈ ഉമറിന് വേണ്ടി സാക്ഷി പറയോ ഇബ്നു അബ്ബാസ്? ഞാൻ ദുനിയാവിൽ ചെയ്തത്, ഞാൻ അധ്വാനിച്ചത്, റസൂൽ എന്നെ തൃപ്തിപ്പെട്ടത്, ഏറ്റവും നീതിയോടെ ഭരണം നടത്തിയത്, ഇതുപോലെ അള്ളാഹിന്റെ കോടതിയിൽ എനിക്ക് വേണ്ടി പറയോ? നോക്ക്, അവർക്ക് പേടിയുണ്ട്. അടുത്ത വാക്ക് എന്തെന്നറിയോ? ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്നാണ്. നിങ്ങൾക്കറിയോ, വിട പറയുന്നതിന്റെ അവസാന നിമിഷം പള്ളിയിൽ നിന്ന് കുത്തുകൊണ്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബോധം വരുന്നുണ്ട്, ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ബോധം വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബ്ദുല്ലാ, ബാപ്പ എവിടെയാ കിടക്കണത്? ബാപ്പ എന്റെ ഫഖ്ദിലാണ്, എന്റെ മടിത്തട്ടിലാണ്. ബാപ്പാന്റെ മുഖമെടുത്ത് മണലിലേക്കൊന്ന് കിടത്തുവോ മോനെ? ഈ രക്തം വാർന്ന ഉമറിന്റെ അവസാന നിമിഷത്തിലെ കിടത്തം കണ്ടിട്ട് എന്റെ റബ്ബിന് എന്നോട് കരുണ തോന്നിയാലോ, സക്കറാത്തിന്റെ വേദനയിൽ അല്ലാഹ് ഇളവ് തന്നാലോ, പരലോകത്ത് റബ്ബ് എനിക്ക് റഹ്മത്ത് തന്നാലോ? ആരാ പറയണേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളെ പോലത്തെ സാധാരണക്കാരനല്ല കേട്ടോ. മദീനയുടെ മസ്ജിദുൻ നബിയുടെ മിമ്പറില് അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വർഗത്തില് അതിമനോഹരമായ അരുവിയുടെ ഓരത്ത് സുന്ദരമായ ഒരു വെള്ളക്കൊട്ടാരം ഞാൻ കണ്ടു. അതാരുടേതെന്ന് ചോദിച്ചപ്പോ എന്റെ ഉമറിന്റെ കൊട്ടാരാന്ന് പറഞ്ഞു. എനിക്കത് കയറാൻ മോഹം തോന്നി, പക്ഷെ ഞാൻ കയറിയില്ല. ഉമർ കുറച്ച് ഈറത്തുള്ള ആളാ, ദേഷ്യമുള്ള ആളാ. എന്റെ ഉമറിന് ഇഷ്ടായില്ലെങ്കിലും ഇത് പറയുമ്പോ ഒന്നാമത്തെ സഫിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. കൈകൾ ഉയർത്തി ചോദിക്കുന്നുണ്ട്, അഗാറു അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ നബിയെ? അത്ര സ്വർഗ ഉറപ്പുള്ള, കൊട്ടാരം ഉറപ്പുള്ള ഉമർ റളിയല്ലാഹു അൻഹുവാൻ മരിക്കണ നേരത്തെ സങ്കടപ്പെട്ടത്. ഒന്ന് താരതമ്യം ചെയ്ത് നോക്കേ. നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളേ? വിചാരണക്ക് കൊണ്ടുപോയി കൊടുക്കാൻ അമലു സാലിഹാത്തുകളായി എന്താ ചെയ്തു വെച്ചത്? സ്വർഗ ഉറപ്പുള്ള, കൊട്ടാരം ഉറപ്പുള്ള അള്ളാഹിന്റെ മുത്ത് നബി ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അബ്ദുല്ലാ, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരോ? റസൂലേ, ഈ ഖുർആൻ ഇറങ്ങിയത് അങ്ങയിലേക്കാണ്, അങ്ങനെയുള്ള താങ്കൾക്ക് വേണ്ടി ഞാൻ ഓതിത്തരണോ? റഅബതി അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാളിന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ്. അദ്ദേഹം പറയാ, ഓതി ഓതി ഞാൻ ഇതുവരെ എത്തിയപ്പോ വല്ലാത്തൊരു തേങ്ങൽ കേട്ടുകൊണ്ട് എന്റെ തല ഞാൻ ഉയർത്തി നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ കണ്ണീരിങ്ങനെ ഒലിച്ചിറങ്ങാൻ കരഞ്ഞിട്ട് പറഞ്ഞു, നിർച്ചണേ അബ്ദുല്ലാ, നിർച്ചണേ അബ്ദുല്ലാ. ഏതാണ് ആ ആയത്തെന്നറിയോ? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓരോ സമുദായത്തിനും സാക്ഷികളായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോ നബിയേ, അങ്ങയുടെ ഉമ്മത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന റബ്ബിന്റെ ചോദ്യത്തിന്റെ മുമ്പില് അള്ളാന്റെ ഹബീബ് അങ്ങ് തകരുകയാണ്. റസൂലുള്ളാഹി വരെ തകരാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം ഉറപ്പല്ലേ? 8 കവാടങ്ങളിലൂടെ സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടുന്ന സഹാബിയാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു മൺകട്ട കയ്യിലെടുത്തിട്ട് പറഞ്ഞു, യാ ലൈസനി കുന്തു ഹാദിഹി ജബൽ, ഇതുപോലൊരു മൺകട്ട ഞാൻ ആയിരുന്നെങ്കിൽ അള്ളാഹിന്റെ ഹിസാബ് എനിക്ക് നേരിടേണ്ടി വരില്ലല്ലോ. മരച്ചില്ലകളിൽ പാറിക്കളിക്കുന്ന പക്ഷികളെ നോക്കിയിട്ട് പറയാ, നിങ്ങൾ സന്തോഷത്തോടെ പാറിക്കളിക്കുന്നുണ്ട്, നിങ്ങളെത്ര ഭാഗ്യവാന്മാരാണ്. ഞാനും ഒരു പക്ഷിയായിരുന്നെങ്കിൽ അള്ളാഹിന്റെ ഹിസാബ് എനിക്ക് വരില്ലല്ലോ. ഇത്രക്ക് ഉറപ്പുണ്ടായിട്ട് അവർ പേടിച്ചിട്ടുണ്ടെങ്കിൽ, അവർ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആലോചിക്കേണ്ട നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല, അമലുകൾ വളരെ കുറവാണ്.
ഒരു വാക്ക് കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഖബറിലേക്ക് ഞാൻ പോണില്ല, മഹ്ശറും ഞാനിപ്പോൾ പറയണില്ല. പക്ഷേ മീസാന് സത്യമാണ്. നന്മ തിന്മകൾ തൂക്കി നോക്കും. എന്ത് ദുനിയാവിൽ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ആലോചിക്കണേ, അവിടെ സാക്ഷികളുണ്ട്. ഒന്ന് റബ്ബ് സാക്ഷിയാണ്. ഇന്ന റബ്ബ് കബിൽ മിർസാദ്. അല്ല കാണാതെ, അല്ല അറിയാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. രണ്ട്, അള്ളാൻ്റെ മലക്കുകൾ സാക്ഷി, നബിമാര് സാക്ഷികളാണ്. അവർ പറയും, പടച്ചോനെ ഞങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കിട്ടിയില്ല, സാധാരണക്കാരനല്ലേ, പഠിക്കാൻ പറ്റിയില്ല, ഒന്നും പറയാൻ പറ്റിയില്ല. മൂന്നാമതായി അള്ളാൻ്റെ മലക്കുകൾ സാക്ഷിയാണ്. മയൽഫിദുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അജീസ്. റഖീബും അജീദും ഇല്ലാതെ ഒന്നും അവർ സംസാരിക്കില്ല. 50-ാമത്തെയും 18-ാമത്തെ ആയത്താൻ. നാലാമതായി ഗ്രന്ഥങ്ങൾ സാക്ഷികളാണ്. 18-ാമത്തെയും 46-ാമത്തെ ആയത്ത്, മാലി ഹാദൽ കിതാബ് ലാ യുആദിറു സഈറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ഇതെന്തോ ഒരു ഗ്രന്ഥമാണല്ലാ, ചെറുതും വലുതുമായിട്ടൊന്നും നീ ഒഴിവാക്കിയിട്ടില്ലല്ലോ റബ്ബേ, നീ ഒഴിവാക്കിയിട്ടില്ലല്ലോ റബ്ബേ എന്ന് വിലപിക്കേണ്ടി വരുന്നൊരു സമയം. അഞ്ചാമതായി ഒരു സാക്ഷിയുണ്ട്. അതോർത്താൽ ഒരു പാപത്തിൽ നമ്മൾ ഉണ്ടാവില്ല. അത് നമ്മളുടെ ഈ ശരീരം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും. വായ അല്ലാഹ് സീല് വെക്കും, കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയുന്ന. അള്ളാഹിനോട് കാലുകൾ സാക്ഷി പറയും. ഒരു പടി കൂടെ കടന്ന് സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്. അന്ന് സാക്ഷി പറയുന്നത് സമഉഹും വഅബ്സ്വാറുഹും വജുലൂദുഹും. അവരുടെ കേൾവികളാണ്, അവരുടെ കാഴ്ചകളാണ്, അവരുടെ തൊലികൾ അള്ളാഹിനോട് സാക്ഷി പറയാൻ. കണ്ണ് പറയും, അല്ലാഹ് എന്നെ കൊണ്ടാണ് കണ്ടുപോയത്. ആരാരും അറിയാതെ കണ്ടുപോയ ഹറാമുകളോട് അവൻ്റെ കണ്ണ് പറയും, എന്നെ കൊണ്ടാണ് കണ്ടുപോയത്. അവൻ്റെ കാത് പറയും, വിരലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകൾ കാതുകളിലൂടെ തിരികി നിശയുടെ നിശബ്ദതകളിലൂടെ കേട്ടുപോയ ഹറാമുകളോട് കാത് പറയുന്നുണ്ട്, റബ്ബേ എന്നെ കൊണ്ടാ കേട്ടുപോയത്. അവന്റെ തൊലികൾ പറയുമല്ല, എന്നെ കൊണ്ടാ തൊട്ടുപോയത്. അവസാനം ആ മനുഷ്യനെ നരകത്തിലേക്ക് എറിയുമ്പോ വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിതും അലൈനാ. അവൻ തന്റെ തൊലികളോട് ചോദിക്ക, എന്തിനാ നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്? പ്രിയമുള്ളവരെ, നിസ്സാരല്ലാട്ടോ. നരകത്തിലെറിയുന്ന മനുഷ്യരെ വിരൂപികളാണ്. അവന്റെ തൊലിയുടെ കട്ടി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ വേദന അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും വലിയ അവയവമായ ത്വക്ക് മുഖാന്തരമാണ്. ആ തൊലി നരകത്തിലേക്ക് എറിയുമ്പോ 42 മുഴമായി അള്ളാഹു അധികരിപ്പിക്കുന്ന അത്ര വേദനയാൻ. ആ തൊലികൾ പഴുത്ത് പാകമാകുമ്പോ അള്ളാഹു തൊലികളെ മാറ്റി മാറ്റി കൊടുക്കാണ്. അവൻ അവന്റെ ശരീരത്തോട് ചോദിക്കുന്നു, എന്തിനാണ് നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്? ഖാലു അൻതകനല്ലാഹ് അൻതക കുല്ല ഷൈ. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബ് എന്നെ സംസാരിപ്പിച്ചതാൽ. നിങ്ങൾ പറ, ഈ ശരീരം ഇല്ലാതെ ഒരു തെറ്റിലേക്ക് പോകാൻ പറ്റുമോ? ഈ ശരീരമില്ലാതെ ഏത് തിന്മ ചെയ്യുമ്പോഴും ആലോചിക്കണേ, എൻ്റെ ശരീരം നാളെ എനിക്കെതിരെ അള്ളാന്റെ കോടതിയിൽ സാക്ഷി പറയുന്ന. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്, തൗഹീദുള്ളവരോടാണ്, മുസ്ലിമീങ്ങളോടാണ്. സിറാത്ത് പാലം എന്ന് പറഞ്ഞൊരു പാലമുണ്ട്, കേട്ടിട്ടുണ്ടാകും. അഖഫു മിന ശഅർ, തലമുടികളെക്കാളും ലോലമാണ്. വ അഹഫു, വീണ്ടും പറഞ്ഞത് വ അഹദ്ദു മിന സൈഫ്, വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. പ്രിയമുള്ളവരെ, മസില്ല, വല്ലാതെ വഴുതി പോകുന്നതാണ്. ആ സിറാത്ത് പാലം കടന്നിട്ടല്ലാതെ സ്വർഗ്ഗം അല്ലാഹ് തരൂല്ല കേട്ടോ. അത് കടന്നിട്ട് വേണം. അത് നരകത്തിന്റെ മുകളിലുള്ള ജിസ്റുൻ അലാ ജഹന്നം, ജഹന്നമിന്റെ മുകളിലുള്ള പാലമാണ്. അതിൽ കയറി മുന്നോട്ട് നോക്കിയ നരകാൻ, വലതു ഭാഗത്ത് നോക്കിയ നരകമാണ്, ഇടതു ഭാഗത്തേക്ക് നോക്കിയാൽ നരകമാണ്. താഴേക്ക് 70 വർഷം ഒരു കല്ലിട്ടാൽ താഴേക്ക് എത്തുന്ന ആഴ്ചയിൽ കത്തിയാളുന്ന നരകമാണ്. അതിൻ്റെ മേലെ കടക്കുന്നവരാരാന്നറിയോ? ആരാന്നറിയോ? തൗഹീദുള്ള മുസ്ലിങ്ങളാൽ. അല്ലാത്തവർക്ക് അതിന് പോലും ഭാഗ്യമില്ല. അതിനു മുമ്പേ ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച് നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുമെന്നുള്ളതാണ്. പിന്നീട് ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്ന് പറഞ്ഞ ഉസൈർ നബിയെ ആരാധിച്ചവരെ അള്ളാഹു പറയും, എനിക്കങ്ങനെ ഒരു മകനില്ല, അവനെ നരകത്തിലേക്ക് എറിയും. ഈസാ നബിയെ ആരാധിച്ചവരോട് പറയും, എനിക്കങ്ങനെ ഒരു സന്താനമില്ല, അവരെ നരകത്തിലേക്ക് എറിയും. മുസ്ലിങ്ങളിൽ ആണെന്ന് പേരുണ്ടായിട്ട് പോലും ശിർക്ക് ചെയ്തവരെ നരകത്തിലേക്ക് എറിയും. അക്കൂട്ടത്തിൽ വീണ്ടും പറഞ്ഞത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തവരെ. യുദ്ധത്തിന്റെ രണഭൂമിയിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് പോരടിച്ചു. പക്ഷേ മനസ്സിന്റെ നിയത്തെന്നറിയോ, ഞാൻ വലിയ ധീരനാന്ന് കാണിക്കാനായിരുന്നു. അവരെ പോലും സിറാത്ത് പാലം അല്ലാഹ് കയറ്റില്ല. രണ്ടാമത്തെ മനുഷ്യൻ പറയും, അല്ലാഹ് ഒരുപാട് സ്വതക്ക ചെയ്തു, നീ വലിയ ധർമ്മിഷ്ഠനാന്ന് കാണിക്കാനാ അവന് നരകത്തിലേക്ക് എറിഞ്ഞു. മൂന്നാമത്തെ മനുഷ്യൻ പറയും, അല്ലാഹുവേ ഒരുപാട് ഇൽമ പഠിപ്പിച്ചു കൊടുത്തവനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സുബഹി മുതലുള്ള എൻ്റെ യാത്രയാണ്.
അവിടെ നിന്ന് ജമാഅത്ത് കഴിഞ്ഞു, പള്ളിയിൽ അവിടെ ചെറിയൊരു മീറ്റിംഗ് കഴിഞ്ഞു, വീണ്ടും ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു, മുണ്ടൂരത്തെ ക്ലാസ് കഴിഞ്ഞു, ഞാൻ ഇവിടെ എത്തി. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് എൻ്റെ യാത്ര. അള്ളാഹു തീരുമാനിച്ചാൽ അതിൻ്റെ ഓരോ സെക്കൻഡും എനിക്ക് അമലു സാലിഹാത്താൻ. നേരെ മറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇതിൻ്റെ ഇടയിലെങ്ങാനും എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നാൽ നിങ്ങൾ വിചാരിക്കണം എനിക്ക് സംസാരിക്കാൻ അറിയാമെന്ന്. നിങ്ങൾ കരുതണം എനിക്ക് കുറച്ചൊക്കെ അറിവുണ്ട് എന്നാണ്. എൻ്റെ മനസ്സിലൊരു ചിന്തയുടെ അംശം കടന്നു വന്നാലേ, പ്രിയമുള്ളവരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളാണ് സാക്ഷി. ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളാണ് സാക്ഷി. നാളെ എൻ്റെ ഇരുകാലുകൾ വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് എറിയുന്നതിന് നിങ്ങളായിരിക്കും സാക്ഷി. അത്രമേൽ അടിയുറച്ചു നിൽക്കണം. അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നിടത്ത് ഒരു സെട്ടികളുടെയും വ്യത്യസ്തമായ ദഅവ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ലോകമാന്യതയുടെ തരിമ്പ് പോലും നമ്മുടെ മനസ്സിൽ വരരുത്. അവിടെ നിന്നും രക്ഷപ്പെടുന്നവരാണ് സ്വർഗത്തിലേക്കുള്ള യാത്ര. സിറാത്ത് പാലത്തിലെ നിങ്ങൾക്കറിയോ, അതിൻ്റെ കമാനങ്ങൾ തുറന്നു വെച്ച് രക്ഷപ്പെടാനാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, എപ്പോഴാണ് സമാധാനം എന്നറിയോ? സിറാത്ത് പാലത്തെന്ന് കാലെടുത്ത് വെച്ച് അടുത്ത കാല സ്വർഗത്ത് വെച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ എന്ന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അവിടെ സിറാത്ത് പാലത്തിൽ ഒരുപാട് കൊളുത്തുകളുണ്ട്, കലാബീബുകളുണ്ട്, വലിച്ചിടാനുള്ള കൊളുത്തുകളുണ്ട്. നെതിന്റെ താഴ്വരയിൽ കാണുന്ന മൂർച്ചയേറിയ വിഷമുള്ള മുള്ളുകളെക്കാളും ക്രൂരമായ മുള്ളുകളുള്ള കൊളുത്തുകളുണ്ട്. അവ ശരീരത്തിന് മുറിവുകളാക്കി വലിച്ച് നരകത്തിലേക്ക് താഴെയിടുന്ന ചില ആളുകൾ മുറിവുകളോടുകൂടെ രക്ഷപ്പെടുന്നവരുണ്ട്. ആ സിറാത്ത് പാലത്ത് രണ്ട് ഭാഗത്തുള്ള കാത്തു വെച്ചതെന്തെന്നറിയോ? ഒന്ന് അമാനത്താൻ, വിശ്വസ്തത വിശ്വസിച്ചേൽപ്പിച്ചതാണ്. മറ്റൊന്ന് റഹിമാണ്, കുടുംബബന്ധമാണ്. ഈ രണ്ട് കാര്യത്തിലും വീഴ്ച വരുത്തിയവരെ നരകത്തിലേക്ക് വലിച്ചിടുമെന്നുള്ളതാണ്. തൗഹീദ് ഉണ്ടായിട്ടും ഹറാമുകൾ ധാരാളമായി ചെയ്തവരെ നരകത്തിലേക്ക് വലിച്ചിടുന്നതാണ്. അതിൽ കയറിയിട്ട് കാറ്റുവേഗത്തിൽ യാത്ര പോകുന്നവരുണ്ട്, വാഹനമൃഗത്തിന്റെ വേഗത്തിൽ യാത്ര പോകുന്നവരുണ്ട്, പക്ഷി പറക്കുന്ന വേഗതയിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, ഇരുന്ന് നരങ്ങുന്നവരുണ്ട്, വയറിലെഴയുന്നവരുണ്ട്. ചിലരെ എഴഞ്ഞും നരങ്ങിയും ശരീരത്തിൽ മുറിവുകളായി സ്വർഗത്തിലേക്ക് രക്ഷപ്പെടും. നിങ്ങൾക്കറിയോ, ആ സിറാത്ത് പാലത്തിൽ ആദ്യമായി കടക്കുന്നത്, കാറ്റുവേഗതയിൽ മിന്നൽ വേഗതയിൽ കടക്കുന്നത് അള്ളാന്റെ മുത്ത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കടന്ന് റസൂൽ സ്വർഗത്ത് പോണില്ല. അള്ളാന്റെ ഹബീബ് സിറാത്ത് പാലത്തിന്റെ അവസാനത്തിൽ കാത്തു നിൽക്കുന്ന മുത്ത് നബിയെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, റസൂലുള്ളാഹിനോട് മതിവരാത്ത സ്വലാത്ത് ചൊല്ലാൻ. ഇതിൽ പരം നമ്മളെ സ്നേഹിച്ചതാരുണ്ട്? സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അവസരം കിട്ടിയിട്ടും ആ പാലത്തിന്റെ അവസാനത്തിൽ കാത്തു നിന്ന് ഉമ്മത്തഴയുമ്പോൾ ഒരേ ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്ത് റസൂലുള്ള പറയുമെന്നാണ്, റബ്ബി സല്ലിം, റബ്ബി സല്ലിം, റബ്ബി സല്ലിം. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്ത് രക്ഷിക്കണേ അല്ലാ, രക്ഷിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അവിടെ രക്ഷപ്പെടാൻ, സ്വർഗത്തിന്റെ വാതിൽക്കലെത്തിയിട്ട് പോലും നരകത്തിലേക്ക് വീഴുന്നവരായി മാറാതിരിക്കാൻ ദാ ഈ സമയം നമ്മളുടെ കയ്യിലാണ്. അടുത്ത സെക്കൻഡ് അള്ളാന്റെ കയ്യിലാണ്. നമുക്കറിയില്ല. ഒരു പശ്ചാത്തപിക്കുന്ന മനസ്സോടെയല്ലാതെ എഴുന്നേറ്റ് പോകരുത്. ഉള്ള ഓരോ ദിവസങ്ങളും രാത്രികളും ഉപയോഗപ്പെടുത്തണേ. പ്രിയമുള്ളവരെ, വേണ്ടപ്പെട്ട ഒരു ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോൾ സങ്കട വേദനയാണ്. ആ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കുമ്പോൾ അത് തണുത്തു പോകുന്നൊരു സാഹചര്യം സങ്കല്പിക്കാൻ വയ്യ അല്ലാന്ന് നമ്മുടെ മനസ്സ് പറയും. എന്നാലൊരു സമാധാനമില്ലേ? നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ. പക്ഷെ അവിടെയും കൂടെ ഒരുമിക്കാൻ കഴിയാതെ വന്നാലോ, കാണാൻ കഴിയാതെ വന്നാലോ, എൻ്റെ ഉമ്മ വേണ്ട, മക്കള് വേണ്ട, മാതാപിതാക്കള് വേണ്ട എന്ന് പറയുന്ന രംഗം സൂറത്തു അബസയുടെ അവസാനത്തിൽ അല്ലാഹ് പറഞ്ഞ രംഗം ഒന്നാലോചിച്ച് നോക്കി. അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ ഈ സമയം കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ഒരു അധ്വാനം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുച്ചം, നമ്മളുടെ ഈ കേൾവി, നമ്മളുടെ ഈ സമയം അല്ലാഹുവേ ഒരു സ്വാലിഹായ അമലായി പരിപൂർണമായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, അറിവുകൾ ഉപകാരപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരു വാക്ക് കൂടെ പറഞ്ഞോട്ടെ നിങ്ങളോട്. ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് നമ്മളോട് വലിയ സ്നേഹമുണ്ടെന്ന്. തായിഫിന്റെ മണ്ണിൽ റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞു. 64 കിലോമീറ്ററാണ് റസൂൽ മക്കയിൽ നിന്ന് യാത്ര ചെയ്തത്. അതും ചുരമാർഗം, പാറകളും മലകളും താണ്ടിയുള്ള യാത്ര. ഉമ്മാന്റെ ഗോത്രക്കാരാണ്. ഒന്ന് സമാധാനിപ്പിക്കും, ആശ്വാസം കിട്ടുന്ന കരുതിയതാൻ. തെരുവ് മക്കളെ കൊണ്ട് കല്ലെടുത്തെറിഞ്ഞു. ഭ്രാന്താന്ന് വിളിച്ച് കല്ലിലൂടെ എറിഞ്ഞു ഓടിച്ചു. നെറ്റിന്ന് കാലിൽ നിന്നൊക്കെ രക്തം ഇങ്ങനെ ഒഴുകുകയായിരുന്നു.
ബോധം പോയി മറ്റൊരു ഭാഗത്താണ് ബോധം വരുമ്പോൾ റസൂലുള്ള താങ്ങാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇന്ന് മദീനയുടെ ബാബുസ്സലാമിലൂടെ കടന്ന് റൗദാ ഷരീഫും കടന്ന് റസൂലുള്ളാന്റെ ഖബറിന്റെ ചാര വന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞൊലിച്ചത് രോമം എഴുന്നേറ്റുന്ന 1 അല്ല 10 അല്ല 100 തവണ പോയാലും അത് നബിയോടുള്ള മഹബത്താണെങ്കിൽ ആ റസൂലുള്ളാനെ കല്ലെറിയണേ. എന്നിട്ട് പോലും ജിബ്രീൽ വന്നു, പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മലക്കുൽ ജിബാൽ വന്നു, ഒരു വാക്ക് മതി റസൂലേ, അവരെ നശിപ്പിച്ചോളാം. റസൂലുള്ള പറഞ്ഞു വേണ്ടട്ടോ, ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടാൽ അത് മതി. അവർക്കെതിരെ റസൂല് പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഇനി പറയണ ഗൗരവത്തിലെടുക്കണേ, നമുക്കെതിരെ അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. പെരുന്നാളിന്റെ മാസപ്പിറവി കാണുന്നത് വരെ ഈ വാക്ക് മനസ്സിലുണ്ടാവണം കേട്ടോ. മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിലെ അള്ളാന്റെ റസൂല് ആമീൻ എന്ന് പറഞ്ഞു പോയി ഈ ഉമ്മത്തിലെ ചില ആളുകൾക്കെതിരെ. ആരാന്നറിയോ? റഹ്മാൻ ഫുർജുൽ, അവൻ തുലയട്ടെ, അവൻ നാശമടയട്ടെ, അള്ളാന്റെ റഹ്മത്തെന്ന് അഥവാ ശാപത്തിന് വിധേയമാവട്ടെ എന്ന റഹ്മത്തെന്ന് അകലട്ടെ എന്ന് പറഞ്ഞാൽ മന്നദറക റമദാൻ ഫലം യുഗ്ഫർ ലഹു, റമദാനിലൂടെ ജീവിച്ചിട്ട് പോലും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനാണ്. അതുകൊണ്ട് ഇതുവരെ തഴുകി ശുദ്ധീകരിക്കാൻ കഴിഞ്ഞോ? തറാവീഹ് കൊണ്ട്, നോമ്പ് കൊണ്ട്, റമദാനിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട്, 2 റമദാനുകൾ മനോഹരമായി കാണുന്നത് കൊണ്ട്, അതിലുപരി അള്ളാഹിനോട് പറയുന്നത് കൊണ്ട് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് റബ്ബിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സിരുത്തി ദുആ ചെയ്യുക വഴി പാപങ്ങൾ പൊറുക്കപ്പെടാൻ അവനോട് പറ. അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ അത്താഴത്തിന് എണീക്കണ സമയല്ലേ, 1-ാം ആകാശത്തിലേക്ക് അള്ളാഹ് ഇറങ്ങി വരണ സമയം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ഞാൻ ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ? ഞാൻ പൊറുച്ചു തരാം. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ? ഞാൻ ഇജാബത്ത് നൽകാം. അള്ളാഹിനോടൊന്ന് പറഞ്ഞൂടെ? ഇതുപോലെ പറയാൻ നോമ്പിന്റെ റമദാനിന്റെ ആയത്തുകൾക്കിടയിൽ അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്നെക്കുറിച്ച് എൻ്റെ അടിമ ചോദിച്ച പറയണം കേട്ടോ, ഞാൻ വളരെ അടുത്തുള്ളവനാ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, വിളിക്കുന്നവരെന്നെ വിളിച്ച